ഗരിയാബന്ദിൽ 10 മാവോയിസ്റ്റുകളെ വധിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം മനോജ് ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് വധിച്ചത്. STF, കോബ്ര തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. തൗഫീഖ് അസ്ലം ചേരുന്നു. തൗഫീഖ്, എപ്പോഴായിരുന്നു ഏറ്റുമുട്ടൽ? കൂടുതൽ പേർക്ക് പരിക്കുണ്ടോ? സൈനികർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള പരിക്കുണ്ടോ? സച്ചിൻ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഛത്തീസ്ഗഡിലെ ഗരിയാബന്ദിലെ മൊയിൻപൂർ വനമേഖലയിൽ ഏറ്റുമുട്ടലുണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന 10 മാവോയിസ്റ്റുകളെയാണ് ഇപ്പോൾ വധിച്ചതായിട്ട് പോലീസ് അറിയിച്ചിരിക്കുന്നത്. CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ മോദം ബാലകൃഷ്ണൻ എന്ന മനോജിനെ കൂടി വധിച്ചതായിട്ടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തലക്ക് 1 കോടി രൂപ വിലയിട്ടിരുന്നു ഈ മനോജിനെയും കൂടി ഈ ഓപ്പറേഷനിൽ വധിക്കാനായിട്ട് സാധിച്ചതായിട്ടാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. E13 അതോടൊപ്പം തന്നെ STF, കോബ്ര എന്നിവരുടെ സംഘമാണ് ഇന്ന് വൈകുന്നേരം മുതൽ ഈ പ്രദേശത്ത് ഓപ്പറേഷൻ നടത്തിയത്. ഈ മൊയിൻപൂർ വനമേഖലയിൽ മാവോയിസ്റ്റുകൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് വൈകുന്നേരം മുതൽ തെരച്ചിൽ നടത്തുകയും ആ തെരച്ചിലിനിടയിലായിരുന്നു വലിയ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പൂർണ്ണമായും പുറത്തുവരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രദേശത്ത് മാവോയിസ്റ്റ് സാന്നിധ്യം കൂടുതലുള്ള ഒരു മേഖല തന്നെയാണ്. അതുകൊണ്ട് അവിടെ ഇത്തരമൊരു വിവരം ലഭിച്ച ഉടൻ തന്നെ കോബ്രയുടെയും STFന്റെയും സംഘം അവിടെ പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധന നടത്തിയ സമയത്തായിരുന്നു ഈ സംഘത്തിന് നേരെ മാവോയിസ്റ്റുകളുടെ ഭാഗത്തുനിന്നുകൊണ്ട് വെടിവെപ്പുണ്ടായെന്നാണ് ലഭിക്കുന്ന വിവരം. തിരിച്ചും വെടിവെപ്പുണ്ടാവുകയും പിന്നീട് അത് വലിയ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോവുകയായിരുന്നു. ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ 10 മാവോയിസ്റ്റുകളെ വധിക്കാനായിട്ട് സാധിച്ചത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ ഓപ്പറേഷനിൽ ഉണ്ടായിരുന്ന സംഘത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പരിക്ക് പറ്റിയതായിട്ടുള്ള വിവരങ്ങൾ നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നില്ല. അതേസമയം ഛത്തീസ്ഗഡിലെ മറ്റൊരിടത്ത് ഒരു IED സ്ഫോടനം നടന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അവിടെ ചില ജവാന്മാർക്ക് പരിക്കേറ്റതായിട്ടുള്ള സൂചനകൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ ഓപ്പറേഷന്റെ പൂർണ്ണ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തുവരും.